എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ മാതൃഭൂമി വിഷുപ്പതിപ്പ് കഥാമത്സരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ആയ ഒരു കഥയാണ് ഇത്. ആലപ്പുഴയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു ഭയങ്കര മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് അത്. ചിലപ്പോൾ ഈ കഥ വായിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. വാർത്തകളിലൊക്കെ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അപ്പം ആ വാർത്ത വായിച്ച അന്ന് രാത്രി എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അന്ന് ഹൃദയം പിടിച്ച് കുലുങ്ങിയ ഒരു നിമിഷങ്ങളായിരുന്നു ആ വാർത്ത. അത് പല ദിവസങ്ങളിലായിട്ട് പത്രത്തിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ആദ്യം ഇത് കണ്ടപ്പം മനസ്സ് ഭയങ്കരമായിട്ട് ആടിയില്ല തന്നെ. അപ്പം അതിന് മുൻപിലത്തെ ദിവസത്തെയും അതിന് മുമ്പിൽ വന്ന വാർത്തകളെല്ലാം ഞാൻ എടുത്തു വെച്ച് മുന്നിൽ നിരത്തി വെച്ച് എല്ലാം വായിച്ചു. അപ്പം ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു ഈ ഒരു സംഭവവും അതില് ഉൾപ്പെട്ട വ്യക്തികളുടെയൊക്കെ അവസ്ഥ ഓർത്ത് ഭയങ്കര അവരുടെ ഒരു വേദന എൻ്റെ വേദനയായി മാറിയ ഒരു നിമിഷമായിരുന്നു അത്. അന്ന് എനിക്ക് ഒരു സമാധാനം കിട്ടാതെ വീടിന് മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കുറെ നിമിഷങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും വീണ്ടും ഓർക്കുവാണ്. ഈ കഥയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ അത് എഴുതുമ്പോൾ ശരിക്കും ഒരു ഫിസിക്കലി തന്നെ എനിക്കൊരു ആങ്സൈറ്റി തോന്നി. അതായത് തലയൊക്കെ ഒരു വിങ്ങലോടുകൂടി തന്നെയാണ് ഞാൻ അത് എഴുതി തീർത്തത്. അത് ഒരുപാട് കൂടുതൽ എഴുതി പോകാതെ അത് ഇതെങ്ങനെയെങ്കിലും എഴുതി തീർക്കണം എന്നുള്ള ആ വേദന എങ്ങനെയെങ്കിലും ഇറക്കി വെക്കണം. ഇതിപ്പം നാലാൾക്കാരോട് പറഞ്ഞാല് ചിലപ്പോൾ അത് എന്നാലും പോവില്ല. ഇതൊരു എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു കലാസൃഷ്ടിയിലൂടെ ആവുമ്പോൾ ആ ഭാരം നമുക്ക് പൂർണ്ണമായിട്ട് ഇറക്കി വെക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു നിമിഷത്തിലാണ് ഈ കഥ ഉണ്ടായത്. അപ്പൊ ആ കഥ ഞാനൊന്ന് വായിക്കാം. പിഞ്ചം എന്നാണ് കഥയുടെ പേര്. പിഞ്ചം. ആദ്യം കാഫ്കയുടെ ഡയറി എൻട്രിയിൽ നിന്ന് ഒരു വരി ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. 1914 23 മാർച്ച്. I never wish to be easily defined. I would rather float over other people's mind as something strictly fluid and non-perceivable, more like a transparent, paradoxically iridescent creature rather than an actual person. ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തോടെ ബൈക്ക് അവിടെ നിന്നപ്പോൾ ഞാൻ ആ വീട് തിരിച്ചറിഞ്ഞു. യജമാനന്റെ സെറ്റപ്പിന്റെ വീട്. ഒരു വലിയ ചിലന്തി രൂപത്തിൽ ഒറ്റപ്പെട്ടു കിടന്ന ആ വീടിന്റെ വാതിലുകൾ മെല്ലെ തുറന്നപ്പോൾ അകത്ത് കട്ട പിടിച്ച് തിങ്ങി നിന്ന ഇരുട്ടിലേക്ക് ഞങ്ങൾ ഉരുണ്ടു വീഴുമെന്ന് എനിക്ക് തോന്നി. എന്നാൽ അടുത്ത നിമിഷം ഫ്ലാഷ് ലൈറ്റ് തുപ്പുന്ന ഫോണുമായി ആ സ്ത്രീ ഇറങ്ങി വന്നപ്പോഴാണ് എൻ്റെ ബോധം പതിയെ നിവർന്നു നിൽക്കുവാൻ തുടങ്ങിയത്. അവരുടെ ഇടത് കൈയിൽ തൂങ്ങിയാടുന്ന ചുവന്ന ബക്കറ്റ് ഒരു ചോരക്കട്ടയല്ലേ? വയറ് കീറി വെച്ച ഒരു ഭീകര ജന്തു എന്ന് തോന്നിച്ച ആ വീട്ടിനുള്ളിൽ നിന്ന് വമിക്കുന്ന ഗന്ധം മരണത്തിൻ്റെതല്ലേ? പിന്നെ അവരുടെ കറുത്തു നീണ്ട കൺപീലികൾക്ക് മുകളിലൂടെ ഒഴുകുന്നത് വിയർപ്പോ തലച്ചോറിൽ നിന്ന് വമിക്കുന്ന വിഷത്തുള്ളികളോ? അവരിൽ നിന്ന് ബക്കറ്റ് വാങ്ങുവാനായി യജമാനൻ കൈനീട്ടിയപ്പോഴാണ് ഞാൻ അതിന്റെ ഭാരം തിരിച്ചറിഞ്ഞത്. ഏറ്റവും ചെറിയവനും ശക്തി കുറഞ്ഞവനുമാണെങ്കിലും ഒരു വസ്തുവിൽ തൊട്ടാൽ അതിന്റെ ഭാരം കൃത്യമായി തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട്. ബക്കറ്റിൽ സർവശക്തിയും ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിലെ അസ്ഥിയിലൂടെ ഒരു മൊട്ടുസൂചി കുത്തിയിറക്കിയതായിട്ട് എനിക്ക് തോന്നി. യജമാനൻ ഫോണിലൂടെ പറഞ്ഞതൊക്കെയും സത്യമാ. അത് തന്നെ. യജമാനെ, പുറത്തേക്ക് വരാനാവാതെ ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന എൻ്റെ നിലവിളി രക്തത്തിൽ കലർന്നൊഴുകി മാംസത്തിലൂടെ നീറിപ്പടർന്ന് നഖത്തിന് ഇടയിലൂടെ പഴുപ്പായി പുറത്തേക്ക് ചാടി. അപ്പോൾ വേദനയിൽ പല്ലു കടിച്ചുകൊണ്ട് തൻ്റെ ഇടതു കൈ ഉപയോഗിച്ച് യജമാനൻ എന്നെ പൊത്തിപ്പിടിച്ചു. ഇരുട്ട്. അപ്പോ ശരി, എല്ലാം പറഞ്ഞതുപോലെ. യജമാനന്റെ വാക്കുകൾ ഞാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ കൈ മാറിയപ്പോഴാണ് പെട്ടെന്ന് ചൂടുള്ള മറ്റൊരു കൈ എന്നിൽ വന്ന് പതിച്ചത്. ആ സ്ത്രീയുടേതാണ്. അവരുടെ സ്പർശത്തിലൂടെ ചീഞ്ഞു നാറിയ ഛർദിൽ പോലൊരു ദ്രാവകം എന്നിൽ 1000 ദ്വാരങ്ങൾ ഉണ്ടാക്കി ആഴ്ന്നിറങ്ങുന്നതായിട്ട് തോന്നി. ഞാൻ വിറച്ചുകൊണ്ട് എൻ്റെ മജ്ജ പറയുന്ന ശക്തിയിൽ ഉറക്കെ വിളിച്ചു, വേണ്ട യജമാനെ, ഇത് ചെയ്യരുതേ. പക്ഷേ അമർത്തിപ്പിടിച്ച തൊണ്ടയിലൂടെ എന്നതുപോലെ എൻ്റെ ശബ്ദം വീണ്ടും പഴുപ്പായി നഖത്തിനിടയിലൂടെ പുറത്തു ചാടിയെന്ന് മാത്രം. അവരുടെ കവളിൽ ഉമ്മ വെച്ച് യജമാനൻ തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഞാനും വലതു കൈയിൽ ഒപ്പമുള്ള ബാക്കി 4 പേരും ചേർന്ന് പിടിച്ച ആ ബക്കറ്റിനുള്ളിൽ അത് അനങ്ങുന്നുണ്ടോ? ഭയപ്പാടോടെ ഞാൻ ശ്രദ്ധ മുന്നിലേക്ക് തിരിച്ചു. എന്നാൽ ജീവിതത്തിൽ യജമാനൻ എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ വിസർജ്യ ഗന്ധം ഞങ്ങളെ ചൂഴ്ന്നുകൊണ്ടേയിരുന്നു.
തന്റെ മുന്നിലുള്ള ഇത്തിരി സ്ഥലത്തിൽ ബക്കറ്റ് വെച്ച ശേഷം യജമാനൻ എന്നെയും മറ്റുള്ളവരെയും ഹാൻഡിലിൽ ഇരുത്തി ബൈക്ക് സ്റ്റാർട്ടാക്കി മുന്നിലേക്ക് നീങ്ങി. അപ്പോൾ യജമാനന്റെ ഇടതു കൈയിൽ ഒരു മൂർഖൻ തലയെ ഓർമ്മപ്പെടുത്തി ചുറ്റി നിന്ന വാച്ച് പറഞ്ഞു, സമയം 1:30. 100 വർഷം മുമ്പ് മനുഷ്യൻ ഈ ഉറ ഉപയോഗിച്ചാണോ കാര്യം സാധിച്ചത്? പുല്ല്. മാസങ്ങൾക്ക് മുൻപ് ആ വീട്ടിലെ സ്ത്രീയോടൊപ്പം കട്ടിലിൽ കിടന്നു കിതച്ച് തലയിണ കടിച്ചു കീറി മൃഗീയമായി യജമാനൻ അലറി വിളിച്ച വാക്കുകൾ എന്റെ ചിന്തകളിൽ ഒരു ചൂണ്ടയായി കൊളുത്തി വലിച്ചു. ഇണചേരുന്ന പാമ്പുകളെ പോൽ കെട്ടുപിണഞ്ഞ് കട്ടിലിൽ നിന്ന് താഴെ വീണ് ഉരുളുമ്പോൾ യജമാനന്റെ വായിലൂടെ ഉമിനീര് ഒലിച്ചിറങ്ങി. അന്ന് തറയിൽ നഗ്നനായി കിടന്ന യജമാനൻ പണ്ട് നാൽക്കവലയിൽ പേപിടിച്ചു മരിച്ച ചാവാലി പട്ടിയെ പോലായിരുന്നു. ഒടുവിൽ ഉറക്കെ അലറി മറിഞ്ഞു കിടന്നപ്പോൾ കവിളിലൂടെ കൈ ഓടിച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു, ആനന്ദ്, അടുത്ത വർഷം നമുക്ക് ഖത്തറിൽ പോകണ്ടേ? കല്യാണം കഴിഞ്ഞു മതിയായിരുന്നു ഇത്. അപ്പോൾ യജമാനൻ ഒരു സിഗരറ്റ് കൊളുത്തി ചുണ്ടിൽ വെച്ച് ആഴത്തിൽ ശ്വാസമെടുത്തു. കല്യാണം, കോപ്പ്. ഈ സമയം സിഗരറ്റിന്റെ അറ്റത്ത് നിന്ന് അടർന്നു വീണ തീ എന്റെ മേൽ പതിച്ചു. അന്ന് തുടങ്ങിയ നീറ്റൽ ഇന്ന് 10 മാസത്തിന് ശേഷവും. ബൈക്ക് പെട്ടെന്ന് നിന്ന് റോഡരികിലെ ചെളി എന്റെ മേൽ പതിച്ചപ്പോഴാണ് ഓർമ്മകളിൽ നിന്നുണർന്നത് നീറ്റൽ. അന്ന് സിഗരറ്റ് തീ പതിച്ചതുപോലെ തന്നെ. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് എന്നെയും മറ്റുള്ളവരെയും ബക്കറ്റിന്റെ പിടിയിൽ അമർത്തി യജമാനൻ ഇറങ്ങി നടന്നു. ബാക്കിയുള്ളവർ ശക്തിയിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അയോടുകൂടി ഇരുന്നു. എങ്കിലും ബക്കറ്റിനുള്ളിലേക്ക് നോക്കാൻ ധൈര്യം വന്നില്ല. അത് അവിടെ തന്നെയുണ്ട്. ശൂന്യമായ പാടത്തിന് അക്കരെ മാലിന്യങ്ങൾ മല പോലെ കൂനകളായി തള്ളിയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെത്തി. ഏതോ മൂലയിൽ എത്തിയപ്പോൾ ബക്കറ്റ് താഴെ വെച്ച് തീർച്ചയെത്തിയ മുഖഭാവത്തോടെ യജമാനൻ ഒരു കുഴി വെട്ടുവാൻ തുടങ്ങി. മൺവെട്ടിയുടെ ഇരുമ്പ് കയ്യിൽ ഉരഞ്ഞ് എന്റെ മേലാകെ നീറിക്കൊണ്ടിരുന്നു. കുഴിയുടെ ആഴം വേണ്ടുമോളമായി എന്ന് തോന്നിയപ്പോൾ യജമാനൻ പതിയെ കുനിഞ്ഞ് ബക്കറ്റിൽ നിന്ന് അതിനെ പുറത്തെടുത്തു. ചെറുനരക്കത്തോടെ യജമാനന്റെ കയ്യിൽ അത് കിടക്കുന്നത് കണ്ട നേരം എന്റെ വലിഞ്ഞു മുറുകിയ നരമ്പുകളിലൂടെ മൺവെട്ടിയുടെ കൂർത്ത ഇരുമ്പ് ഉരസി നീങ്ങുന്ന തീവ്രതയിൽ ഒരു വിറയലുണ്ടായി. ഇത് വേണ്ട യജമാനെ. നിശബ്ദത. മുഴുവൻ ലോകവും ഇരുട്ടിന്റെ മുറുകിയ ആലിംഗനത്തിൽ സുഖം തേടുന്ന നിമിഷങ്ങൾ. അതിനെ കുഴിയിലേക്ക് വെക്കുമ്പോൾ യജമാനന്റെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞ ദുർഗന്ധം എന്നിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതിനെ തൊട്ടപ്പോൾ ജീവന്റെ വെളിച്ചം കലർന്ന തുടിപ്പും ഒഴുകിയിറങ്ങി. പെട്ടെന്നാണ് യജമാനന്റെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങിയത്. അല്പനേരം ആലോചിച്ചതിന് ശേഷം എന്നെ ഫോണിലൂടെ ഉരച്ച് കോൾ എടുത്തു. ആനന്ദ്, എനിക്ക് പേടിയാവുന്നു. ഇത് വേണോ? യജമാനന്റെ ആഴങ്ങളിൽ നിന്ന് ക്രോധത്തിന്റെ ചൂടാളിയത് എന്നിലേക്കും പടർന്നു കയറി. ബിയ, നിനക്കെന്താ? പുല്ലൊന്ന് ഒഴിവാക്കട്ടെ. ഖത്തറിലെത്തിയ എല്ലാം മറക്കും. ശക്തിയിൽ കാർക്കിച്ചപ്പോൾ തൊണ്ടയിൽ നിന്ന് ഉരുണ്ടുവന്ന കട്ടക്കഫം മുന്നിലെ കുഴിയിലേക്ക് അയാൾ തുപ്പി. എന്നാലും ആനന്ദ്, ആ സ്ത്രീ വാചകം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് യജമാനൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ട് നെറ്റിയിലൂടെ ഒലിച്ച വിയർപ്പിലൂടെ എന്നെ ഉരച്ചുകൊണ്ട് മണ്ണ് കോരി കുഴി മൂടുവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അടഞ്ഞുകിടന്ന അതിന്റെ കണ്ണുകൾ പതിയെ തുറയുന്നതായി എനിക്ക് തോന്നി. ദയനീയമായ ആ ചെറിയ 2 കണ്ണുകൾ എന്നിലേക്കാണോ നീളുന്നത്? അല്ല, യജമാനനിലേക്ക്. ആ കുഞ്ഞുവായി തുറയുന്നുവോ? പെട്ടെന്ന് 2 അക്ഷരങ്ങൾ അതിലൂടെ പുക പോലെ പടർന്ന് ഞങ്ങളെ തൊട്ടു. അച്ഛാ. ആ വായിലേക്ക് ഒരു മൺകൂമ്പാരം കൂടി വീണു ചിതറി. ഇത് ആ ഒരു നടന്നൊരു സംഭവമാണ്. അതായത് ആലപ്പുഴയിൽ നടന്നൊരു സംഭവമാണ്. ഒരു അമ്മ പ്രസവിച്ചു. എന്നിട്ട് ആ ഹസ്ബൻഡ് തന്നെ കൊണ്ടുപോയി ഈ കുട്ടീനെ കുഴിച്ചു മൂടി ഉള്ളൊരു സംഭവമാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എഴുതിയതാണ്. അപ്പൊ ഈ കഥയ്ക്ക് എഴുതാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ഒരു രൂപം എങ്ങനെ കൊടുക്കാം എന്ന് പല പ്രാവശ്യം ആലോചിച്ച് വന്നതിൽ നിന്നാണ് ഈ യജമാനൻ എന്നുള്ളൊരു മുകളിൽ നിൽക്കുന്ന ഒരാളും അയാളിനേക്കാളും പലപടി താഴെ നിൽക്കുന്ന ഒരാളായിട്ട്, അതായത് ഇയാളുടെ ശരീരത്തിലെ തന്നെ ചെറുവിരലാണ് ഈ കഥ പറയുന്നത്. അത് ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭയങ്കര ഒളിപ്പിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളൊരു ശ്രമമാണ് അതില്. എല്ലാവരും ശ്രമമാണ്. അപ്പൊ പിഞ്ച എന്നുള്ള പേര് അതും അവിടെയും എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാന്നാണല്ലോ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് ഒരു തപ്പിപ്പിടിച്ചെടുത്ത ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം കൊല, നാശം, അന്ത്യം, അങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവ് അർത്ഥമുള്ള വാക്കാണ്. പിന്നെ മാക്സിമം നമ്മൾ ഇതിലൊരു ഭയങ്കര അറപ്പുളവാക്കുന്ന ഭാഷയും അതുപോലെ അറപ്പുളവാക്കുന്ന കുറെ വാക്കുകളും ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഇന്റൻഷനലി തന്നെ ചെയ്തതാണ്. കാരണം
അങ്ങനെയുള്ള മനുഷ്യരുടെ കഥ എഴുതുമ്പോൾ അങ്ങനെയുള്ള വാക്കുകളും അങ്ങനെയുള്ള ഭാഷയും തന്നെ അത് വായിക്കുന്നവർക്ക് അത് തോന്നണം. കാരണം ഇതാണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള ഭാഷയും വാക്കുകളും ഉപയോഗിച്ചതും. ഒരു ശ്രമം നടത്തി. മാതൃഭൂമിയിൽ ഇതിന്റെ ജഡ്ജസ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു പുതിയ തലമുറയിൽ എന്താ പറയുക, തീവ്രമായിട്ടുള്ള ഇത്തരത്തിലുള്ള ദേഷ്യവും അല്ലെങ്കിൽ വെറുപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ വരുന്നുണ്ട്. അത് ഇനി വരുന്ന തലമുറയ്ക്ക് എത്രമാത്രം അത് പ്രസക്തമാകും എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? അത് ശരിയാണ്, ജഡ്ജസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്ട് ലിസ്റ്റ് ആയ കഥകളിൽ തന്നെ 7 എണ്ണത്തിൽ ഇതുപോലുള്ള വയലൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സമൂഹത്തിന്റെ ഇരുണ്ട വശമാണ് ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് അവരെ കൺസേണിലാക്കി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കഥയ്ക്കാണ് അവർ 2ാം സ്ഥാനമൊക്കെ കൊടുത്തത്. അതൊരു സത്യമാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കലയിലും അതുപോലെ തന്നെ കല തിരിച്ചും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് കൂടുതൽ കലയിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന നമ്മൾ പത്രം തുറന്നാൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ കഥ തന്നെ എനിക്ക് പത്രത്തിൽ നിന്നും അതുപോലുള്ള വാർത്തകളിൽ നിന്നാണ് എനിക്ക് ആ കഥയുടെ ഒരു അതിന്റെ തന്തു അതിന്റെ ബേസ് കിട്ടിയത്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മുടെ അനുഭവങ്ങളും അതുപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചുലയ്ക്കുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ശക്തമായി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരിലേക്ക് ഇതെങ്ങനെ എത്തിക്കാൻ, ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമ്മൾ ഇതൊക്കെ നിങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇതറിയുന്നില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ. നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിപ്പം അത് ഏത് പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം ഈ കഥ എഴുതിയിരിക്കുന്നത് ഈ ചെറുവരിലായിട്ടാണ്. അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് ഇതിൽ വ്യാഖ്യാനിക്കാം. യജമാനാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് അത് പ്രധാനമാണെന്ന് തോന്നുന്നു. ഇതിപ്പോ ഒരു സിനിമയാണെങ്കിലും ഏത് കലാസൃഷ്ടിയാണെങ്കിലും ആ പെർസ്പെക്റ്റീവ് ഏത് വശത്തു നിന്നാണ് വരുന്നത്. അപ്പം ഈ വയലൻസും അല്ലെങ്കിൽ ഇതുപോലുള്ള ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഥ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ആശയം ഉണ്ടാവണം. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആശയം നമ്മുടെ മനസ്സിലുണ്ടാവും, പിന്നെ ഭാഷ ഉണ്ടാവും, പിന്നെ അവതരണ രീതി ഉണ്ടാവും. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇന്ന ഭാഷയിൽ ഇന്ന രീതിയിൽ എഴുതണം എന്ന് മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, അതോ ഭാഷ നമ്മൾ ആശയം നമ്മളിലോട്ട് ആ ഒരു അവതരണ രീതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്? അത് ഈ കഥയുടെ ഏറ്റവും പ്രധാന വശം എന്ന് പറയുന്നത് ഇതിലൊരു ഇമോഷനാണ്. അതായത് ഈ ഒരു സംഭവം ഹൃദയത്തെ ഭയങ്കരമായിട്ട് പിടിച്ചുലക്കി. ആ നിമിഷത്തിലാണ് അത് എങ്ങനെയെങ്കിലും ഇത് ആരോടെങ്കിലും പറയണമല്ലോ, അല്ലെങ്കിൽ ഈ ഇമോഷൻ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. ആ ഒരു ഭാരം ഇറക്കി വെക്കാനായിട്ടാണ് ആത്യന്തികമായിട്ട് ഈ കഥ എഴുതിയത്. പിന്നീടാണ് രൂപവും ഇതിന്റെ ഈ ഒരു ചെറുവല്ലായിട്ട് കഥ പറയാം അല്ലെങ്കിൽ ഭാഷ ഇതുപോലുള്ള അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വാക്കുകളും ഇതുപോലുള്ള ഒരു സ്ട്രക്ചർ ഇതിന് കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചതെല്ലാം പിന്നീടാണ്. ആത്യന്തികമായിട്ട് ഈ ഒരു ഇമോഷനാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നതും അത് എഴുതിച്ചതും. ആ ഒരു ഉള്ളിലുള്ള ഒരു വേദനയാണ് അത് തുടങ്ങിയത് തൊട്ട് അവസാനം വരെ ഇടുന്ന നിമിഷം വരെ ഉള്ളിൽ ആ വേദന പേറിക്കൊണ്ടാണ് നമ്മളിത് എഴുതിയത്. അത് ഇറക്കി വെക്കാനുള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ ഈ ചെറുകഥയെ യൂസ് ചെയ്തേ ഉള്ളൂ. അതിപ്പോ നമുക്കൊരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ നമുക്ക് ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ വേദന അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ആടിയുലഞ്ഞ അവസ്ഥ അത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വിടുക എന്നുള്ള ഒരു ലക്ഷ്യം നിറവേറ്റാനാണ് ഈ കഥ എഴുതിയത്. അപ്പോൾ പിന്നീടാണ് ഭാഷ നമ്മളിങ്ങനെ കൊടുത്തതും അല്ലെങ്കിൽ സ്ട്രക്ചർ ഇങ്ങനെ ആക്കിയത്. അത് എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് ആലോചിച്ചു. അപ്പം ഈ കഥകള് നമ്മൾ ചുറ്റുമുള്ള കഥകളൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുള്ളതായിരിക്കും. അപ്പം പിന്നെ ചെറുവല്ലായിട്ട് ചിലപ്പോൾ ആരും എഴുതിയിട്ടുണ്ടാവില്ല എന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെ എഴുതാൻ തീരുമാനിച്ചത്. സ്വർഗത്തിലെ ഉദ്യാനം എന്നാണ് കഥയുടെ പേര്. ഈ കഥയിലെ കഥാപാത്രത്തിന്റെ പേര് ശ്രീനന്ദനൻ എന്നാണ്. അപ്പോൾ ഈ നന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഉദ്യാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥയിലെ കഥാപാത്രത്തിന് നന്ദനൻ എന്ന് പേര് കൊടുത്തത്.
അതുപോലെ നമ്മുടെ ഇതിനടുത്ത് ഒരു വ്യക്തി സമാധിയായതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, വാർത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഒരു വിശ്രമ കേന്ദ്രം പോലെയാണ് ഈ സമാധി എനിക്ക് അനുഭവപ്പെട്ടത്. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ കഥയെ എഴുതിയിട്ടുള്ളത്. നമ്മളെ ഒരു തമാശ രൂപത്തിലായിരുന്നു ആ സമാധിയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ അവരുടെ കുടുംബത്തിനകത്ത് ഒരു പക്ഷേ അതൊരു തമാശയായിരിക്കണമെന്നില്ല. നമ്മളതൊരു തമാശയായിട്ടാണ് കണ്ടതെങ്കിൽ കൂടി. സ്വർഗത്തിലെ ഉദ്യാനം. ചെണ്ട കൊട്ടുന്ന ശബ്ദം കേട്ടാണ് മൊബൈൽ മാറ്റിവെച്ച് ഞാൻ ജനലരികിലെത്തിയത്. ഇനി ആരെങ്കിലും സമാധിയായതാണോ? തമാശ രൂപത്തിൽ എൻ്റെ മനസ്സ് ചോദിച്ചു. മുത്തുകൾ കൊണ്ട് അലങ്കരിച്ച വർണ്ണക്കുടയും ചൂടി ഒരു സ്ത്രീ, ചെണ്ടയുമായി ബലിഷ്ഠമായ ശരീരമുള്ള മറ്റൊരാൾ. എന്തോ പ്രതീക്ഷയോടെ വഴിയരികിലെ വീടുകളിലേക്ക് നോക്കി കുറച്ച് ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഒരു ജാഥയാണ്. ഞാൻ ജനാലയിലൂടെ നോക്കിയപ്പോഴേക്കും ജാഥ പാതിയും എൻ്റെ ഇടവഴിയിൽ നിന്ന് കടന്നുപോയിരുന്നു. വെള്ള വസ്ത്രം ധരിച്ച പണ്ഡിതരെ പോലെ ചിലർ ജാഥയുടെ പിന്നിൽ കാണാമായിരുന്നു. ഇനി രാഷ്ട്രീയക്കാരുടെ വല്ല പരിപാടിയുമാണോ? ചന്ദനത്തിരിയും കുന്തിരിക്കവും പുകയുന്നുണ്ട്. ഇതൊരു സമാധിയും ആകാം. ന്യൂസ് ചാനലിൽ കണ്ട രംഗങ്ങൾ മനസ്സിലൂടെ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീനന്ദനൻ സമാധിയായി. വാർത്തുവച്ച സ്ലാബുകൾക്കിടയിൽ ജീവനുണ്ടോ ജീവനില്ലയോ എന്ന് പരിശോധിക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന പോലീസ്. നോക്കുകുത്തിയായി ഭരണകൂടം. ഞായറാഴ്ച രാവിലെയാണ് അയാൾ മരിച്ചത്. കൊന്നതല്ല. പൊതുസമൂഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിന് ശേഷം അയാളുടെ മൃതദേഹം എഴുന്നേറ്റിരുന്നു. കണ്ണുകൾ പാതി തുറന്നു. മകൻ അയാളെയും കൂട്ടി സമാധി സ്ഥലത്തേക്ക് യാത്രയായി. സമാധിയായ ആളുടെ കുടുംബക്കാർ ശിവനെ വിളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ ആരും ക്ഷണിക്കപ്പെട്ടില്ല. വളരെ അകലെ നിന്ന് സൂര്യനും ചന്ദ്രനും താരങ്ങളുമെല്ലാം ക്ഷണപ്രകാരം തന്നെ ചടങ്ങിൽ സന്നിഹിതരായി. നന്ദൻ പൂണൂലിന്റെ തണുപ്പ് മോഹിച്ച് വളർന്നയാൾ. അടുത്തുള്ള അയാളുടെ തന്നെ ക്ഷേത്രത്തിൽ മണി മുഴങ്ങുമ്പോൾ അയാൾക്ക് എണീക്കണം. തൊടിയിലെ പൂവുകൾ അയാളുടെ മടിയിലേക്ക് എറിഞ്ഞ് ആരൊക്കെയോ പിറുപിറുത്തുകൊണ്ട് കടന്നു പോകുന്നത് ദിവസവും കാണണം. പാതി നനഞ്ഞ തോർത്തുമുണ്ടിന്റെ തണുപ്പ് അയാളുടെ പ്രഭാതങ്ങളെ വല്ലാതെ നനച്ചിരിക്കണം. ഒരു കോലവുമില്ലാതെ അയാളുടെ താടിയും മുടിയും ആകാശവും ഭൂമിയും കാറ്റുമൊക്കെ തേടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പൊടി പിടിച്ചു കിടക്കുന്നുണ്ട് വിശാലമായ പറമ്പിന്റെ ഒത്ത നടുക്ക് ചിലന്തിയും മാറാലിയും നിറഞ്ഞ പഴയ വീട്. അയാൾ പറഞ്ഞു, എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് സമാധിയാവണം. പൂക്കളൊരുങ്ങി, പൂത്താലവും ഭസ്മവും ഒരുങ്ങി. അയാൾ മരണത്തിന് മുൻപോ പിൻപോ സമാധിയായി. സ്നേഹമയിയായ ഭാര്യ മാനസികമായി തളർന്നു. സമാധിയായയാൾ വസ്ത്രങ്ങൾക്കിടയിൽ ചലനമറ്റ് കിടന്നു. പുറത്ത് മാധ്യമപ്രവർത്തകരിലൂടെ മറ്റൊരു ലോകം ആ കുടുംബത്തെ കാണുന്നുണ്ടായിരുന്നു. പുസ്തകശാലയിൽ വായിച്ചു കൊണ്ടിരുന്നവർ, ചായക്കടയിലെ പലഹാരങ്ങൾ നുകർന്നിരുന്നവർ, പിന്നെ തിരക്കിട്ട തൊഴിലുകൾ ഏർപ്പെട്ടിരുന്നവർ. അങ്ങനെ എത്ര പേർ! കോളേജ്, സ്കൂൾ ഒക്കെ വിട്ടുവരുന്ന കുട്ടികൾ ഈ വാർത്തയെപ്പറ്റി പറയുന്നത് കേട്ടു. ഫ്ലാറ്റരികിലെ സ്ത്രീകളുടെ ചർച്ചയിൽ ആണ് ആ അത്ഭുതം ഞാൻ അറിഞ്ഞത്. അങ്കണവാടി കുട്ടികളിൽ വരെ ആ വാർത്ത പടർന്നിട്ടുണ്ട്. അമ്മയും കുഞ്ഞും കളിച്ചിരുന്ന കുരുന്നുകൾ എന്തോ പൂജ ചെയ്യുന്നത് പോലെ കളിക്കുന്നതായി ടീച്ചർമാർ കണ്ടു അത്രേ. വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ഏത്തക്കായയിൽ ഈർക്കിൽ കുത്തി അവർ ചന്ദനത്തിരികളുടെ മാതൃകകൾ ഉണ്ടാക്കി. തങ്ങളുടെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഭാര്യയുടെ കവിളിൽ ഉമ്മ വെച്ച് കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് ചിരിയുടെ സന്തോഷത്തിന്റെയൊക്കെ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ചിലർ ടിവിയിലേക്ക് കണ്ണോടിച്ചിരിക്കണം. എന്തിനായിരിക്കാം ഇങ്ങനെയൊക്കെ എന്നോർത്തായിരിക്കണം. ഭാര്യയെ നോക്കി അവരിൽ ചിലർ ചിരിച്ചും കാണണം. മിനിറ്റുകൾക്കുള്ളിൽ അവർ തങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് തിരിച്ചുപോയി.
ധാരാളം ബിസിനസ്സുള്ള ഒരാൾ പരിഹാസങ്ങളും ഡാൻസും ചാരിറ്റിയും ഒക്കെ ചേർത്ത് അയാളുടെ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു. ഒരു സ്ത്രീയെ കുന്തി ദേവി എന്ന് പരിഹസിച്ചതിന് ജയിലിൽ പോകുന്ന വഴി അയാളും മൊബൈലിൽ ഇത് കാണുന്നുണ്ടായിരുന്നു. കൊടികളും തോരണങ്ങളും അവർക്ക് വേണ്ടി വാദിക്കണമെന്നില്ല, നിശബ്ദരായാൽ മതി. നാളെ എൻ്റെ ജനലരികളും ചെണ്ടമേളങ്ങൾ ഉയരും. ചന്ദനവും ചന്ദനത്തിരിയും പാതി കത്തിയ കറുകയും മഞ്ഞവെള്ളവും കരിയും എൻ്റെ മരണമെത്തും മുന്നേ സമാധിയായവരുടെ എൻ്റെ ജനലരികിൽ നിന്ന് സന്തോഷത്തോടെയോ സങ്കടത്തോടെയോ മണത്തറിയും. മരണമെത്തും മുന്നേ സമാധിയായവരുടെ തലമുറകൾ ഇവിടെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരും. മറ്റുള്ളവരെല്ലാം അവരവരുടെ വിനോദങ്ങളിൽ മുഴുകുമ്പോൾ ചിലർ ജീവിതത്തിന്റെ വഴികളിലെല്ലാം സമാധിയുടെ പൂവിടലുകൾ സ്വപ്നം കാണുകയായിരിക്കാം. ശരണം വിളിച്ച് സമാധിയാകുമ്പോൾ അരികത്തിരുന്ന് ഭാര്യയോ മകനോ കരയുന്നുണ്ടാവില്ല. ഉന്മാദമോ ഭക്തിയോ അവരുടെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചിരിക്കണം. ഗ്രാമങ്ങളുടെ തിന്മകൾ മാത്രം പേറുന്ന ചിലരുടെ മാത്രം ജീവിതങ്ങൾ ഞാൻ മനസ്സിൽ പറഞ്ഞു. സമാധിക്ക് ശേഷം അയാൾ നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ പാതി നനഞ്ഞ തോർത്ത് അഴിച്ചു വെച്ചു. ആകെ നനഞ്ഞ് തണുപ്പ് മാറ്റി തിരികെ കരയിലെത്തി. ദേഹമൊപ്പിക്കൊടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അയാളുടെ തണുപ്പ് മാറ്റാൻ അയാൾക്ക് ചുറ്റും അവർ തീപ്പന്തങ്ങൾ കൊളുത്തി. ഇനിയും ഉണങ്ങാത്ത നനവുകൾ ബാക്കിയുണ്ടായതിനാൽ ചുടുചാരം ശരീരം പൊതിഞ്ഞു കൊടുത്തു. നല്ല മണമുള്ള സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും ജമന്തിയും കൊണ്ട് അയാളുടെ ശരീരം ആദ്യമായൊന്ന് പൂവിട്ടു. വർണ്ണാഭമായ വസ്ത്രം ധരിച്ച് അയാൾ ആദ്യമായി ആൾക്കൂട്ടത്തിന് നടുവിലെത്തി. ആരോടും അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നതാനും. നന്ദനന്റെ ജീവിതകാലത്ത് ചടങ്ങുകൾക്ക് മുൻപ് അയാൾ ഷർട്ട് അഴിച്ച് ഭിത്തിയിൽ തൂക്കുമായിരുന്നു. ഇന്ന് അയാളുടെ മേൽവസ്ത്രങ്ങൾ ആരും വേണ്ടെന്ന് പറഞ്ഞില്ല. ഭസ്മക്കുളത്തിൽ കണ്ണും മൂക്കും വായുമെല്ലാം പതിയെ മൂടപ്പെട്ടു. അതേ അവസരത്തിൽ സമാധിവേദിയുടെ മറ്റൊരു ഭാഗത്ത് പുതിയൊരു പ്രതിഷ്ഠയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സ്ലാബിട്ട് മൂടിയ സമാധിയിൽ ഒരു കല്ലറ തീർക്കണം. വലിയ അക്ഷരങ്ങളിൽ നന്ദനൻ എന്നെഴുതിയ ഒരു സ്ലാബ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജനലക്ഷങ്ങൾ ആ പേര് ഭക്തിയോടെ ഓർക്കണം. സന്ധ്യക്ക് ഒരു തിരി മുടങ്ങാതെ തെളിയിക്കണം. ഗോമൂത്രം, പാൽ, മോര്, ചാണകം എല്ലാം ചേർത്ത് ജലപാത്രത്തിൽ പവിത്രമായ തീർത്ഥമൊരുക്കി. ചുരുക്കം പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ വിശ്രമിക്കാൻ തയ്യാറാക്കിയ ഒരിടം. സമാധിയായവർ അത് അറിയുന്നുണ്ടാകുമോ? അതൊന്നും അവിടെ പലർക്കും നിശ്ചയമില്ല. ഇടയ്ക്കിടെ നനഞ്ഞ കൈ മുണ്ടിൽ തുടച്ച് പരികർമ്മി തന്റെ കീപാഡ് മൊബൈൽ ഫോൺ അരയിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത സമാധിക്കുള്ള ചാർത്ത് കൊടുക്കണം. അതിനായുള്ള വിളികളായിരുന്നു ഏറെയും. ഈ സമാധിക്കാലം തീരും മുന്നേ ഓടൊന്നു മാറ്റണം, വീട് വാർക്കണം, അയാൾ മനസ്സിൽ പറഞ്ഞു. ചെയ്ത ജോലിക്ക് വേതനം വാങ്ങുന്നത് തെറ്റല്ലല്ലോ. വിളക്കെണ്ണ ഒഴിച്ച കുത്തുവിളക്കിൽ നിന്നും കരിപ്പുകയുയരുന്നുണ്ട്. തെല്ലും പരിഭവമില്ലാതെ എന്ന വണ്ണം പരികർമ്മിയും പരിചാരകരും മുഖ്യകർമ്മിയുടെ വാചാടോപം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ വെയിലും വേനൽ മഴയും നനഞ്ഞ് അയാളുടെ ശരീരം വെണ്ണീരോട് ചേർന്നു. മരിച്ചുപോയവർക്കും സമാധിയായവർക്കും ഇടയിൽ ഒരു നൂൽ കൊണ്ടുള്ള വേലിയൊരുക്കി. അതേപോലൊരു നൂൽവേലി തന്നെ സമാധി സ്ഥലത്തിനും സമാധി കാണാനെത്തിയവർക്കും ഇടയിൽ ചുറ്റിക്കെട്ടിവെച്ചു. ഭാഗ്യം, ഒരു നൂലിന്റെ അന്തരമെങ്കിലും ഉണ്ടല്ലോ. ചടങ്ങ് കാണാനെത്തിയ ആരോ പറഞ്ഞു. ഇങ്ങനെ അത്ഭുതപ്പെടുത്താൻ മാത്രം മരിച്ചവർക്കും സമാധിയായവർക്കും ഇടയിൽ എന്താണുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു. ഓ, ബലൂണുകളൊക്കെ ഉണ്ടല്ലോ, കൊടികൾ, കുഞ്ഞുടുപ്പുകൾ. വഴിയോരം ഉണർന്നിട്ടുണ്ട്. തിരക്ക് വർദ്ധിച്ചു. ഭർത്താവിനെയും മകനെയും കൂട്ടി സ്ത്രീകളുടെ തിരക്ക് സമാധി സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസ്. സമാധി മുന്നേ നിശ്ചയിച്ച് നടത്താൻ കഴിയാത്തതിനാൽ പോലീസിന്റെയോ പഞ്ചായത്തിന്റെയോ ഒരു അനുമതിയും ആവശ്യമില്ല. മൈക്കും കെട്ടി ചെറിയ സ്റ്റേജുകൾ ഉയർന്നു. ആരോ അവിടെ പ്രഭാഷണം നടത്തി തുടങ്ങി. സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു. വാർത്തയുടെ രൂപം മാറി, ഭാവം മാറി, അവതരണ ശൈലി മാറി. വാർത്ത എന്താണെന്നത് തന്നെ മാറി. ഗ്രാമങ്ങളിൽ എങ്ങോ കെട്ടടങ്ങി പോകുമായിരുന്ന സമാധി വാർത്ത എന്തുകൊണ്ടോ വാർത്താ പ്രാധാന്യം കിട്ടി
മതപരമായ ഉത്സവ സംപ്രേഷണം പോലെ മുഴുവനായും പകർത്തി കാഴ്ചക്കാരുടെ മുന്നിലേക്ക് എത്തിച്ചതുകൊണ്ട് എല്ലാം കാണാൻ പറ്റി, അറിയാൻ പറ്റി. വാർത്തയുടെ ഉറവിടത്തിലേക്ക് പോകുകയും സത്യം കണ്ടെത്തുകയും ചെയ്യുന്ന വിപുലമായ സംവിധാനം വർക്ക് ചെയ്തപ്പോൾ സമാധി ജനങ്ങളിലേക്ക് എത്തിയെന്ന് അവതാരകയുടെ മേനി പറച്ചിൽ. നാളെ സമാധി ചടങ്ങുകൾ വ്യാപകമാകുന്ന കാലത്ത് അതിന് തുടക്കം കുറിച്ച ആദ്യ സമാധി യാത്രയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നവരിൽ ഞാനും ഉണ്ടാകും. അങ്ങനെ ചടങ്ങുകളെല്ലാം ടെലിവിഷനിലൂടെ കണ്ട എനിക്ക് എന്റെ മുന്നിലൂടെ കടന്നു പോകുന്നതും ഒരു സമാധി യാത്രയാണോ എന്ന് സംശയം തോന്നിയാൽ തെറ്റു പറയാനാകില്ലല്ലോ. ചെണ്ടമേളം ഇപ്പോൾ എന്റെ വീടിന് മുന്നിൽ നിന്ന് ഏറെ ദൂരം താണ്ടി. അപ്പോഴും ഒരു സമാധിയുടെ ഗന്ധം എന്റെ ചുറ്റിലും നിറഞ്ഞു നിന്നു. അല്പസമയത്തിനു ശേഷം തളികയും വിളക്കും ആരതിത്തട്ടുമെല്ലാം വീട്ടിൽ സുരക്ഷിതമായി എത്തിച്ച് ചിലർ കൈകഴുകി അതുവഴി തിരിച്ചു പോന്നു. സമാധിയായതാണോ എന്നാരായാൻ ഞാൻ വഴിയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവർ എന്റെ വീടരികിൽ നിന്ന് അകന്നു പോയിരുന്നു. നോക്കത്താ ദൂരത്ത് അവരെ എന്റെ കണ്ണുകൾ തിരഞ്ഞു. എന്റെ മനസ്സ് അവരുടെ പിറകെ ഓടുന്ന പോലെ എനിക്ക് തോന്നി. എണ്ണയും കരിയും മഞ്ഞളും പുകയും ചന്ദനവും കത്തിയ ദർഭയും, ഒരു വല്ലാത്ത മണം, നെറ്റിയിൽ വിയർപ്പിന്റെ നനവ്. ഞാൻ കൈകൊണ്ട് മുഖമൊന്ന് തടവി. കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു. കണ്ണുനീർത്തുള്ളികൾ മെല്ലെ ഞാൻ ഒപ്പിയെടുത്തു. റോഡരികിൽ കിടന്ന കരിയിലകളെ പാറിപ്പറപ്പിച്ച് അതുവഴി കടന്നുപോയ കാറ്റ് എന്റെ നെറ്റിയിലും തണുപ്പ് പകർന്നു. മെല്ലെ എന്റെ മനസ്സ് ശാന്തമായി. ഒരു നെടുവീർപ്പ് മാത്രം നിലനിർത്തി ഞാൻ എന്റെ ജനൽച്ചില്ലയിലേക്ക് തിരിച്ചുപോയി. അവധിയെടുത്ത് ചടഞ്ഞുകൂടിയ ആ ദിവസത്തിന്റെ ആലസ്യം എന്നെ കിടക്കയിലേക്ക് വീണ്ടും ക്ഷണിച്ചു. ഇനിയൊരു ഉറക്കം എന്തായാലും വേണ്ട. ഞാൻ എണീറ്റ് ചായക്കടയിലേക്ക് നടന്നു. റോഡിന് ഇരുവശവും പൂത്തുനിന്നതും ചുവന്നതും നീലയും പൂക്കൾ എന്റെ മനം കവർന്നു. പൂമരങ്ങൾക്ക് താഴെ ഒരു ചായക്കടയുണ്ട്. കോളേജ് വിട്ടു വരും വഴി ലൈമും ലഘു ഭക്ഷണവും ഒക്കെ കഴിച്ചുകൊണ്ട് മരത്തണലിൽ കസേരയിട്ട് വിശ്രമിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഇത്രയും ഭംഗിയോടെ മരത്തണലിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇരിക്കാനാകുമോ? അവർ ചിരിച്ചു. അവർ മരത്തിലേക്ക് ഒരു നിമിഷം കണ്ണോടിച്ചു. അവരുടെ കണ്ണുകൾ വിടർന്നു. അവർ പൂമരങ്ങളുടെ ചിത്രങ്ങൾ പകർത്താത്തതിൽ എനിക്ക് അത്ഭുതം തോന്നി. ആ പഴയ ചായക്കടയുടെ വിറകടുപ്പിൽ നിന്ന് പുകയുയരുന്നുണ്ടായിരുന്നു. ചായ തിളച്ചു. അത് മാറ്റി വെച്ച ശേഷം ചായക്കടക്കാരൻ എന്റെ നേരെ തിരിഞ്ഞു. ചായ എടുക്കട്ടെ? അയാൾ ചോദിച്ചു. ഞാൻ ഒരു സമ്മതം മാത്രം മൂളി തലയാട്ടി. അടുപ്പിൽ നിന്ന് വിറക് വലിച്ചു മാറ്റിയ ശേഷം ചായ ഗ്ലാസുമായി അയാൾ എന്റെ അരികിലേക്ക് വന്നു. ചൂടു ചായ, പുകച്ചുവ, മധുരം കുറവാണ്. എനിക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴേക്കും സ്കൂൾ വിട്ട് അടുത്ത വീട്ടിലെ കുട്ടികൾ ഓടി വന്നു. എന്നെ കെട്ടിപ്പിടിച്ചു. തുളുമ്പിപ്പോവാതിരിക്കാൻ ഞാൻ നേരത്തെ തന്നെ ചായ ഗ്ലാസ് ദൂരെ മാറ്റിവെച്ചിരുന്നു. ചായക്കടക്കാരൻ എന്നെ നോക്കി ചിരിച്ചു. കഴിക്കാൻ എന്താ വേണ്ടത്? പിള്ളേരെ നോക്കി ഞാൻ ചോദിച്ചു. എനിക്കൊരു ബ്രെഡ് പോക്കറ്റ്. ഒരാൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. നിനക്കോ? മറ്റേ ആളുടെ നേരെ തിരിഞ്ഞു. എനിക്കൊരു സാൻഡ്വിച്ച്. കടക്കാരൻ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. മറ്റ് എണ്ണ പലഹാരങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ല. നല്ല കാര്യം. എണ്ണ പലഹാരങ്ങളാണ് പണ്ട് മുതലേ നമ്മൾ കഴിച്ചു ശീലിച്ചത് എന്നതുകൊണ്ട് മാത്രം അവരും അതിഷ്ടപ്പെടണമെന്നില്ലല്ലോ. എന്റെ രണ്ട് കൈയിലും തൂങ്ങി അവർ വീടുകളിലേക്ക് മടങ്ങി. ഇറച്ചിക്കടകൾ, പഴക്കടകൾ, എരിവുള്ള മിക്സ്ചർ ചിപ്സ് നിർമ്മാണ കടകൾ, എന്തൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ഞാൻ കുഞ്ഞുങ്ങളോട് കടകളിലേക്ക് നോക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. പേനക്കടകൾ, പുസ്തകക്കടകൾ, ചെരുപ്പ് കടകൾ, ഡ്രസ് കടകൾ. അവർ മറുപടി പറഞ്ഞു. പൂജാ സ്റ്റോർ കണ്ടോ? പൂക്കട കണ്ടോ? ആയുർവേദ മരുന്നു കട കണ്ടോ? ഞാൻ അവരോട് ചോദിച്ചു. അവർ മറുപടി പറയാതെ എന്റെ മുഖത്ത് നോക്കി. അവർ ഇതൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഞാൻ പോക്കറ്റിൽ അവരറിയാതെ അവർക്കായി കരുതി വെച്ചിരുന്ന മധുരം ഇരുവർക്കും നൽകി. കുഞ്ഞുങ്ങൾ വീട്ടിലേക്കുള്ള വഴി എത്തിയപ്പോൾ കൈവീശി കാണിച്ചുകൊണ്ട് ഓടി മറഞ്ഞു. മറ്റെല്ലാം ഞാൻ മറന്നിരുന്നു. മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ വീടിന്റെ പടി കയറി. എന്താ പറയാ, ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ട് ഇത് എഴുതാനുള്ള ഒരു എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേക കാരണം? ആ ഒരു പ്രത്യേക ന്യൂസിനെ നിങ്ങൾ സമാധി എന്നുള്ള ആ ഒരു അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിനെ നമ്മൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കഥയിലൂടെ?
സമാധി എന്നുള്ളത് ഇനിയുള്ള കാലത്ത് പല തരത്തിൽ മാറ്റപ്പെടാം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയും സമാധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യാം. ഒരുപക്ഷെ ഇനിയുള്ള തലമുറകൾ കുഞ്ഞുങ്ങൾ എൻ്റെ കഥയിൽ അവസാനം പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിഞ്ഞിരിക്കണമെന്നേ ഇല്ല. അതുകൊണ്ട് ഇനിയുള്ള തലമുറകൾ ഇതൊക്കെ മാറ്റിവെച്ച് മറ്റൊരു ലോകത്തേക്ക് തിരിച്ചു പോവുകയും ആവാം. ഈ രണ്ട് സംശയങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അതേ അവസരത്തിൽ തന്നെ ഒരു സമാധിയായ ഒരാളുടെ വീട്ടിൽ നമ്മൾ പരിഹാസത്തോടു കൂടി കാണുകയും സമാധിയായ അയാളുടെ വീട്ടിൽ ഒരുപക്ഷെ അയാളുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അയാളെ അവിടെ എത്തിച്ചത്. അയാളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്ക് പരിഹാസത്തോടെ വേണമെങ്കിൽ നമുക്ക് പരിഹാസത്തോടെ കടന്നു നോക്കാം, അല്ലെങ്കിൽ അയാൾ ജീവിച്ച സാഹചര്യത്തെ അതുപോലെ തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ സമാധി എന്ന് പറയുന്ന ഒരു വാർത്തയെ നമ്മൾ ഏതൊരു തരത്തിൽ വേണമെങ്കിലും നമുക്ക് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അടുത്തൊരു തലമുറയില് ആളുകൾ സമാധി ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും എന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ലെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില വീടുകളിലൊക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പ്രായമായവർ മാത്രമായിട്ട് അവശേഷിക്കുന്നു, മക്കളൊക്കെ വിദേശത്ത് പോകുന്നു, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഇവർക്ക് കാത്തിരിക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് നമുക്ക് സമാധിയെ കുറിച്ച് ചിന്തിക്കാമോ എന്നുള്ളത്. ഇത് ഇതൊരു ഇതില്ലേ, ഒരു ആത്മഹത്യക്കും മരണത്തിനും ഇടയിലുള്ള ഒരു ലെവലിലേക്ക് അത് എത്തുന്നുണ്ടോ? നിങ്ങൾ കഥ എഴുതുമ്പോൾ അങ്ങനെ ഒരു തീർച്ചയായിട്ടും നമുക്ക് ഒരു ചില ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്ന ആളുകളാണ്. നമ്മുടെ ചില കർമ്മങ്ങളിലും ഒക്കെ നമ്മുടെ പ്രവൃത്തികളിലും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയായിട്ടും ജീവിച്ചിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ ഇപ്പോൾ പൂജ ചെയ്യുന്ന ഒരാളെയാണ് നമ്മുടെ കഥകളിൽ പറഞ്ഞിരിക്കുന്നത്. അയാളുടെ ജീവിതം മുഴുവനും സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തെറ്റും ശരിയെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അയാളുടെ കർമ്മം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഈ സന്തോഷങ്ങളും ചുറ്റുമുള്ള നല്ല ഗന്ധങ്ങളും പൂക്കളും ഒന്നും ആസ്വദിക്കാതെ അയാളുടെ ജീവിതം മുഴുവൻ ചില കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. അവസാനം അയാളുടെ മരണത്തിൽ അയാൾ ഒരു പൂവിടലുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുപോലെ അങ്ങനെ ചില ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം, നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതില് വാർത്ത ഇൻസ്പയർ ആയിട്ടാണ് പോയി കഥ ഉണ്ടായത്. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഋതു എന്ന ആള് ഇതിൽ എത്രമാത്രം ഉണ്ട്? ഇപ്പൊ ഞാൻ എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് കഥ എഴുതിയിരിക്കുന്നത്. ഋതുവിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു എന്നുള്ള അനുഭവത്തിൽ നിന്ന് എത്ര ശതമാനം ഇതിലേക്ക് വന്നിട്ടുണ്ട് കഥ ഉണ്ടായതിൽ? അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഭാവന എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഭാവനകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഞാൻ സഞ്ചരിച്ച വഴികളും ഞാൻ കണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ കഥയിലോട്ട് പകർത്താൻ വേണ്ടി ഏറ്റവും നന്നായി കഥയിലോട്ട് പകർത്താൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അത് നമ്മൾക്ക് ആ ചായപ്പീടിയില് കുട്ടികളെ കൊണ്ടുപോയില്ലേ ഈ അടുത്തിടെ ഋതുവിന്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കുറെ ഇങ്ങനെ കണ്ടു പടങ്ങള്. അതിലെ കുട്ടികളെ തോളിലേറ്റിട്ടൊക്കെ നടക്കുന്ന കുറെ പടങ്ങളുണ്ട്. അതും ഈ കഥയായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അപ്പൊ നമ്മള് ഈ കുട്ടികളെ ഒരുമിച്ച് നമ്മള് വണ്ടിയിലൊക്കെ കുട്ടികളെയും കൊണ്ടുവരുന്നത് ഇപ്പൊ ആ കഥയിൽ പറഞ്ഞതുപോലെ നമ്മൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നമ്മളെ കസിൻസിന്റെ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. അത് ഞാനൊരു സ്കൂൾ കുട്ടികൾ നടന്നു വരുന്നതായിട്ട് സങ്കല്പിച്ചത് മാത്രമാണ്. തീർച്ചയായിട്ടും അത് ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. ആദ്യം തന്നെ പറയാം, ഞാൻ അത്ര മികച്ച ഒരു എഴുത്തുകാരിയൊന്നും അല്ല. ആദ്യം തന്നെ പറയുകയാണ്. എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതിയുള്ളതാണ്. കാരണം ഞാൻ ഇനി എത്രയോ അതിന് മെച്ചപ്പെടുത്താനുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ഞാൻ പിന്നെ എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയാണ്. അതിൽ ഭയങ്കരമായിട്ടുള്ള ആലങ്കാരികതയോ അങ്ങനെ വലിയ ഉപമകളോ ഒന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ എഴുതുന്നു അത്രേ ഉള്ളൂ. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ വരെ ഞാൻ എഴുതാറുണ്ട്. പിന്നെ ഒരു ഡിഗ്രി ഒക്കെ എത്തിയ സമയത്താണ് ഞാനത് കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തത്.
അപ്പൊ ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ച കഥയാണ്. അപ്പോൾ ആ കഥ എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും കഥ എഴുതുമ്പോൾ അവരുടെ ചുറ്റുമുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അനുഭവങ്ങൾ, എന്തെങ്കിലും വാർത്തകൾ, ഇതൊക്കെ കണ്ടിട്ടായിരിക്കും കഥ എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനുഭവം ഇല്ലാതെ കഥകൾ എഴുതാൻ പറ്റില്ല. പക്ഷെ ഞാൻ കഥകൾ എഴുതുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൂടുതലും ഇപ്പോൾ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എഴുതുന്നതിനേക്കാൾ അധികം ഞാൻ ഭാവനയിൽ നിന്നാണ് കഥകൾ എഴുതുന്നത്. കൂടുതലും ഞാൻ ചിന്തിച്ച് എൻ്റെ ഭാവന വെച്ച് ഓരോ കഥകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. യാഥാർത്ഥ്യമായിട്ടുള്ളത് എഴുതും, എന്നാലും കൂടുതലും എൻ്റെ ഭാവനയായിരിക്കും. അപ്പൊ ഇന്നും അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇത്. അന്നിങ്ങനെ ഞങ്ങളുടെ കോളേജ് മാഗസീൻ്റെ ചർച്ച വന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മലയാളം അധ്യാപകനാണ് ഒരു എന്തായാലും ഞാനൊരു കഥ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാറിൻ്റെ ഒരു ഇതിലൂടെയാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. അപ്പോൾ ഞാൻ ഈ നേരെ അത് വായിക്കാം. ഒറ്റക്കണ്ണൻ ആണ് കഥയുടെ പേര്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കണ്ടു മുത്തശ്ശി പൂമുഖത്ത് നിന്ന് ധൃതിയിൽ ഇറങ്ങി വരുന്നു. മുത്തശ്ശിയുടെ വെപ്രാളവും ബന്ധപ്പാടും കണ്ടപ്പോൾ ആരതിക്ക് ഒരുപോലെ ചിരിയും സങ്കടവും തോന്നി. പാവത്തിന്റെ ഒരു സന്തോഷം. എത്രയോ കാലങ്ങളായി തനിച്ചു കഴിയുകയാണ്. അടുത്തേക്ക് വന്ന മുത്തശ്ശി അവൾ നിറഞ്ഞ ചിരിയോടെ ആശ്ലേഷിച്ചു. സുഖമല്ലേ മോളെ? മുത്തശ്ശി അവളുടെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ചിരി മായാതെ അതേ എന്ന് തലയാട്ടി. സുഖാ മുത്തശ്ശി? എത്ര കാലം കഴിഞ്ഞിട്ട് എന്റെ കുട്ടിയെ കാണണേ? മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശി എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നറിയാം. അതല്ലേ ഞാനും ഓടി വന്നത്. ഇത്തവണത്തെ വെക്കേഷൻ ഇവിടെ. ആരതി മുത്തശ്ശിയുടെ നരച്ച തലമുടിയിൽ തൊട്ടു. മുത്തശ്ശി വീണ്ടും അവളെ ചേർത്തണച്ചു. അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ അവൾ മുത്തശ്ശിയുടെ സ്നേഹവാത്സല്യങ്ങളിൽ മുഴുകി നിന്നു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവളെ നോക്കി പുഞ്ചിരിച്ചിട്ട് ബാഗുകളും മറ്റും എടുക്കാനേ പോയി. ഇതാരാ മുത്തശ്ശി? അവരെ ഉദ്ദേശിച്ച് ആരതി ചോദിച്ചു. അത് ഗോമതി. ഇപ്പൊ അവളായിരിക്കും കൂട്ട്. ആരതി ഒന്നും പറഞ്ഞില്ല. മുത്തശ്ശിയുടെ വാക്കുകളിൽ കുറ്റപ്പെടുത്തലിന്റെ ധ്വനി അവൾ അറിഞ്ഞു. ഒരു നാൾ എല്ലാവരും തനിച്ചാക്കി പോയതല്ലേ. മുത്തശ്ശിക്ക് അതിനുള്ള അവകാശമുണ്ട്. മുത്തശ്ശി, ഇതെന്റെ ഫ്രണ്ട് ദീപിക. അവൾക്ക് നമ്മുടെ നാട് കാണണമെന്ന് വലിയ ആഗ്രഹം. വിഷയം മാറ്റാനായി ആരതി പെട്ടെന്ന് അത്രയും നേരം അവരുടെ സമാഗമം നോക്കി നിൽക്കുകയായിരുന്ന കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി. ദീപിക മുത്തശ്ശിയെ വണങ്ങി. വാ മക്കളെ. മുത്തശ്ശി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഗോമതിയെ ബാഗുകളൊക്കെ എടുക്കാനായി സഹായിച്ചിട്ട് ആരതിയും പിന്നാലെ ദീപികയും അകത്ത് കടന്നു. പഴമയുടെ ഗന്ധം തങ്ങി നിൽക്കുന്ന ആ തറവാടിന്റെ അകത്തളങ്ങളിലൂടെ ആരതി നടന്നു. കൂട് തുറന്നു വിട്ട ഒരു ഓർമ്മ പക്ഷി അവളുടെ അകതാരിലൂടെ അപ്പോൾ ചിറകടിച്ച് പറന്നു. അത് 100,000 ഓർമ്മകളുടെ തൂവലുകൾ പൊഴിച്ചിട്ടു. അവ അവൾക്ക് ചുറ്റും പാറി കളിച്ചു. പണ്ടിവിടെ പാവാടയും ബ്ലൗസും ഇട്ട് നടന്ന കുട്ടിയാ. ഇപ്പൊ മാറ്റം കണ്ടില്ലേ? മുടിയും മുറിച്ചു. വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ മുത്തശ്ശിക്ക് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. ആരതി എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. കാലം മാറുമ്പോൾ നമ്മളും അതിനൊപ്പിച്ച് മാറണ്ടേ മുത്തശ്ശി? ഇഷ്ടപ്പെടാത്ത മട്ടിൽ മുത്തശ്ശി ഒന്ന് മൂളി. ലക്ഷ്മിയും അപ്പവും ഒക്കെ എവിടെ? ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നു. അവള് കെട്ടി 2 കുട്ടിയോളുമായി. നീ ഇങ്ങനെ നടന്നോ? അവളുടെ അതേ പ്രായമല്ലേ നിനക്കും? കുറ്റപ്പെടുത്തുന്ന മട്ടിലാണ് മുത്തശ്ശി പറഞ്ഞത്. അപ്പോ അവൻ ഇവിടെ തന്നെയുണ്ട്. ലക്ഷ്മിയെ അയച്ചത് കുറച്ച് ദൂരെയാ. ആരതി തലയാടി. പെട്ടെന്ന് ഓർത്തതുപോലെ അവൾ മുത്തശ്ശിയെ നോക്കി. ഉത്സവമല്ലേ മുത്തശ്ശി ഇപ്പോ? ആ, നമുക്ക് പോണം, അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു. ദീപികയും ഉഷാറായി. ഞാനില്ല കുട്ടി, നിങ്ങൾ പോയിട്ട് വാ. മുത്തശ്ശി താല്പര്യം കാണിച്ചില്ല. പിന്നെ ആരതി നിർബന്ധിക്കാനും പോയില്ല. എന്നാലും ഇതുപോലെ ഒരു ഗ്രാമം കളഞ്ഞിട്ട് സിറ്റിയിലേക്ക് പോകാൻ നിനക്ക് എങ്ങനെ തോന്നിയിടി? മുറിയിലെത്തിയപ്പോൾ ദീപിക ചോദിച്ചു. ആരതി അതിന് മറുപടി പറഞ്ഞില്ല. നഗരത്തിന്റെ സന്തതിയായ ദീപിക ഇത് പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. 7-8 വയസ്സ് വരെ ഇവിടെയായിരുന്നു. ചിലപ്പോൾ അത് കഴിഞ്ഞും ഇവിടെ തന്നെ ആയിരുന്നേനെ. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും വേറെ വഴിയുണ്ടായിരുന്നു. അവളുടെ മുൻപിൽ അപ്പോൾ കുറിയ ഒരു മുണ്ട് മാത്രം കൊടുത്ത മെലിഞ്ഞു നീണ്ട ഒരു മനുഷ്യൻ വന്നു നിന്നു. അയാൾക്ക് ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരതി? ദീപികയുടെ വിളി കേട്ട് ആരതി ഞെട്ടി ഉണർന്നു. കുളിക്കണ്ടേ? അവൾ തലയാടി. അമ്പലക്കുളത്തിൽ പോയാണ് 2 പേരും കുളിച്ചത്. കുളി കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ആരതി തെക്കേ പറമ്പിലെ അപ്പൂപ്പന്മാവിന്റെ ചുവട്ടിൽ പോയിരുന്നു. ആ നേരമൊക്കെ ദീപിക ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകം നിറഞ്ഞ കണ്ണുകളുമായി അവിടെ ആകെ പാറി നടന്നു. ആരതി അത് നോക്കിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവളുടെ മുമ്പിൽ ഒരു ദൃശ്യം തെളിഞ്ഞു വന്നു. പോജെടുത്താനേ അമ്മാവൻ പത്തലൂങ്ങുന്നു. അപ്പോൾ ഒറ്റക്കണ്ണൻ അവ്യക്തമായ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നു. അയാളുടെ കയ്യിൽ വിലക്കപ്പെട്ട സ്വപ്നങ്ങളുടെ തകർന്ന പ്രതിരൂപം പോലെ ചതഞ്ഞ ഒരു മാമ്പഴമുണ്ട്. ആരതി നിലത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നൊരു വിളി. ഹലോ. ആരതി നോക്കുമ്പോൾ ചിരിയോടൊരു യുവാവ് നിൽക്കുന്നു. അപ്പു. ആരതി ചാടി എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്നു. അമ്മു എന്ന് വരുന്നു മുത്തശ്ശി പറഞ്ഞിരുന്നു. അവൻ ചിരിയോടെ നിന്നു. സുഖമല്ലേടാ നിനക്ക്? ആരതി തിരക്കി. പിന്നെ പരമസുഖം. നിനക്ക് ജോലിയൊക്കെ ആയോ? എവിടുന്ന്?
എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇപ്പൊ തേരാ പാരാ നടക്കുന്നു, അവൻ ലാഘവത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അവൻ ദീപികയെ ശ്രദ്ധിച്ചത്. അതല്ലേ നിന്റെ കൂട്ടുകാരി? അതെ, ദീപിക മന്ദഹസ്റ്റ്. തിരിച്ചും ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് അപ്പു വീണ്ടും ആരതിയെ നോക്കി. നിനക്ക് കല്യാണമൊന്നും ആയില്ലേ? ഇല്ല. ഇനി എന്താമോ? നമ്മുടെ കൂടെ കളിച്ചു കളന്ന ലക്ഷ്മിക്ക് 2 കുട്ടികളായി, ഞാൻ അറിഞ്ഞു. ആരതി ചിരിച്ചു. നിനക്ക് വേണ്ടേ? അതൊക്കെ അതൊരു സമയത്തിന് നടന്നോളൂ. നടന്നാ മതി. അല്ല, നിങ്ങൾ എപ്പോഴാ ഉത്സവത്തിന് പോണേ? സന്ധ്യയ്ക്ക് ഇറങ്ങണം. നീയും കൂടെ വാപ്പു. ഞാൻ വരും. നിങ്ങളുടെ ഉത്തരവാദിത്ത മുത്തശ്ശി എന്നെയായി ഏൽപ്പിച്ചിരിക്കണേ. അവനൊന്ന് നിവർന്നു നിന്നു. ഓ, അപ്പൊ സന്ധ്യയ്ക്ക് അങ്ങ് വന്നേക്കണം. ശരി, എന്നാൽ ഞാനങ്ങനെ കുറച്ച് ജോലിയുണ്ടേ. അപ്പു മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു വന്നു. എന്നിട്ട് ദീപിക കേൾക്കാതെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, പിന്നെ ആ പ്രേതക്കാവിനടുത്തൂടെയാ പോണതെന്നൊന്നും ആ കുട്ടിയോട് പറയണ്ട. വെറുതെ എന്തിനാ അതിനെ കൂടി പേടിപ്പിക്കണേ? അതൊക്കെ വെറുതെ അല്ലേ അപ്പു? നാട്ടുകാരൊരു കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നതാ. അല്ല അമ്മു, നാട്ടുകാർ പറയണതിൽ സത്യമുണ്ട്. പലരും കണ്ടിട്ടുണ്ടത്രേ ഒറ്റക്കണ്ണനെ. ആരതി മുഖം തിരിച്ചു. നിനക്ക് വിശ്വാസം ഇല്ലാച്ചാൽ വിശ്വസിക്കണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ പോവാ. അപ്പു അവിടെ നിന്ന് പോയി. ആരതി അത് നോക്കി നിന്നു. അപ്പോൾ ചുറ്റിന് കണ്ണൊളിച്ചുകൊണ്ട് ദീപിക അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്ത് രസമാണ് ഇവിടെ! ആരതി മൂടിയെങ്കിലും അവളുടെ മനസ്സ് അവിടെ നിന്നും ആയിരുന്നില്ല. പറമ്പിന്റെ അങ്ങേ അതിലൊരു മതിലുണ്ട്. അവിടെ വെച്ചായിരുന്നു വീട്ടുകാർ പറഞ്ഞ പേടിപ്പെടുത്തുന്ന കഥകളിലെ ഒറ്റക്കണ്ണനെ കണ്ടത്. ആദ്യം ഭയം, വിറയൽ, നിലവിളിക്കാൻ വായ തുറന്നെങ്കിലും ഒച്ച പുറത്തു വന്നില്ല. ഒറ്റക്കണ്ണൻ ചിരിച്ചു. ചുള്ളിക്കമ്പുകൾ പോലെയുള്ള കൈവിരലുകൾ കൊണ്ട് തലയിൽ തലോടി. അതോടെ ഭയം എവിടെയോ ഓടി മറന്നു. മുഖത്ത് പുഞ്ചിരി വന്നു. ഒറ്റക്കണ്ണൻ ചിരിച്ചുകൊണ്ട് തലയിൽ തടകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അയാളുടെ പുറത്തൊരടി വീണു. ഒരു മുരൾച്ചയോടെ നിലത്തേക്ക്. അമ്മാവനാണ്. കൂടെ നാട്ടുകാരെ ചിലരും. ഒരു സംഘം വേട്ടക്കാർ. ഒരേ ഒരു ഇര. മോളെ, അപ്പു വന്നു. മുത്തശ്ശിയുടെ ശബ്ദം കേട്ടപ്പോൾ ആരതി ഓർമ്മകളിൽ നിന്ന് ഉണർന്നു. അവൾ വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പു പൂമുഖത്തിരിപ്പുണ്ട്. അടുത്ത് മുത്തശ്ശിയെ. ആരതിയെ കണ്ട അപ്പു ചോദിച്ചു, നീ റെഡിയായോ? മറ്റേ കുട്ടിയോ? അവളിപ്പോ വരും. ദീപിക കൂടി ഒരുങ്ങി വന്നതോടെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവർ മൂവരും ഇറങ്ങി നടന്നു. അപ്പുവിന്റെ വീട്ടിൽ നിന്ന് ആരും ഉത്സവം കാണാൻ വരുന്നില്ലേ? വയൽവരമ്പിലൂടെ നടക്കുമ്പോൾ ആരതി തിരക്കി. ഇല്ല അമ്മു, അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അമ്മ വരണില്ലെന്ന് വെച്ചു. വയൽവരമ്പിലൂടെ ഒറ്റ തിരിഞ്ഞും കൂട്ടമായും ആളുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അവർക്കിടയിലൂടെ നടക്കുമ്പോൾ താൻ ആ പഴയ കാലത്തിലേക്ക് മടങ്ങിയതായി ആരതിക്ക് തോന്നി. അങ്ങനെ നടക്കവെ പെട്ടെന്ന് അപ്പുവിന്റെ കാലുകൾക്ക് വേഗം കുറഞ്ഞു. മുന്നോട്ട് നോക്കിയപ്പോൾ ആരതി കണ്ടു, ദൂരെ ഇരുട്ടിന്റെ ഒരു കടൽ. പ്രേതക്കാവ് എത്തിയിരിക്കുന്നു. ആദ്യം ഒന്ന് അറച്ചെങ്കിലും മറ്റാളുകളും ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ അപ്പു നെഞ്ചു പിരിച്ച് നീങ്ങി. അവന് പിന്നാലെ കഥകൾ അറിയാതെ ഉല്ലാസവതിയായി ദീപിക നടന്നു. ഏറ്റവും ഒടുവിൽ കാവിലേക്ക് കണ്ടുനട്ട് ആരതിയും. അമ്മാവന് നാട്ടുകാരെ ചേർന്ന് ഒറ്റക്കണ്ണനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ 3-ാം ദിവസമായിരുന്നു അത്. കാവിൽ ആള് കൂടിയിട്ടുണ്ടെന്നറിഞ്ഞാണ് അവിടേക്ക് ചെന്നത്. അവിടെ നിലത്ത് ഒറ്റക്കണ്ണൻ കിടപ്പുണ്ടായിരുന്നു. വായിൽ നിന്ന് നുരയും കഥയും വന്ന് ആകെയുള്ള ഒരു കണ്ണ് കലങ്ങി പീളകടിഞ്ഞ്. ഒറ്റക്കണ്ണന് ജന്മന ഒരു കണ്ണില്ലായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ അമ്മ തനിച്ചാണ് വളർത്തിയത്. അവർക്ക് ഭ്രാന്ത് വന്ന് മരിച്ചതോടെ ഒറ്റക്കണ്ണന് ഭ്രാന്തുണ്ടെന്ന് നാട്ടിൽ പരന്നു. അതോടെ എല്ലാവരും അയാളെ ഒരു നികൃഷ്ട ജീവി എന്നതുപോലെ അകറ്റി നിർത്തി. ചെല്ലുന്നിടത്ത് നിന്നെല്ലാം ആട്ടി ഓടിച്ചു. ഏതെങ്കിലും പറമ്പിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയാൽ, ഏതെങ്കിലും കുട്ടി കളിക്കാനായി പോയി മടങ്ങിയെത്താൻ വൈകിയാൽ അന്നെല്ലാം ആരുടെയൊക്കെയോ കൈകൾ വായിൽ ഉയർന്നു. തകർന്ന ഒരു ഹൃദയം നിലവിളിച്ചു. ആ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പതിവായപ്പോഴാണ് പരിഹാരം എന്നോണം തറവാട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് പോകാൻ അച്ഛനും അമ്മയും ചേർന്ന് തീരുമാനമെടുക്കുന്നത്. ആരതി ഒന്ന് നെടുവീർപ്പിട്ടു. ജനസമുദ്രത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും നടുവിൽ നിന്നിട്ടും അവൾക്ക് താൻ ഏകയാണെന്ന് തോന്നി. പൂരം പൊടി പൊടിക്കുന്നതിനിടയിലാണ് അപ്പുവിന് വീട്ടിൽ നിന്ന് വിളി വന്നത്. അമ്മമ്മയ്ക്ക് അസുഖം കൂടിയിരിക്കുന്നു. അതോടെ അപ്പു തിരികെ പോകാൻ തയ്യാറായി. അവനൊപ്പം പോകാമെന്ന് ദീപിക പറഞ്ഞെങ്കിലും ആരതിക്ക് അവിടെ തുടരാനായിരുന്നു താല്പര്യം. അവൾ ദീപികയെ അപ്പുവിനൊപ്പം അയച്ചു. പരിചയക്കാരോടൊപ്പം മടങ്ങിപ്പോകാമെന്ന് കണക്കുകൂട്ടിയെങ്കിലും പരിചിത മുഖങ്ങളൊന്നും അവൾക്ക് കണ്ടെത്താനായില്ല. ആരതി പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അവൾ ക്ഷേത്ര പരിസരത്ത് നിന്നും പുറത്തേക്ക് നടന്നു. വഴി വിജനമായിരുന്നു. അവൾ വേഗം നടന്നു. കാവിന് മുൻപിലെത്തിയപ്പോൾ അവൾ അറിയാതെ ഉള്ളിലേക്കൊന്ന് നോക്കി. അതാരുടെയോ ജീവിതത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങൾ പോലെ തോന്നി. ആരതിക്ക് ഭയമൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും പണ്ടും തനിക്ക് മാത്രമേ ഉള്ളൂ ഒറ്റക്കണ്ണനെ ഭയമില്ലാതിരുന്നത്. വയൽവരമ്പുകൾ പിന്നിട്ട് ഒടുവിൽ അവൾ തറവാട്ടുമുറ്റത്തേക്ക് കയറി. അവിടെ ചെല്ലുമ്പോൾ പൂമുഖ താരം ഉണ്ടായിരുന്നില്ല. അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ദീപികയുണ്ട്. മുത്തശ്ശി ആന്റി ഇവിടെ ഇല്ല, അപ്പുവിന്റെ വീട്ടിലേക്ക് പോയി. അമ്മൂമ്മയ്ക്ക്? ആരതി ഉത്കണ്ഠയോടെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, വെറുതെ എല്ലാവരെയും പേടിപ്പിച്ചു. അവൾ ചിരിച്ചു. ആരതി ഒന്നും പറയാതെ വെള്ളം എടുത്തു കുടിച്ചു. നീ വരുന്നത് ഞാൻ ജനലിൽ കൂടി കണ്ടിരുന്നു. ആരായിരുന്നു അത്? ദീപികയുടെ ചോദ്യം കേട്ട് മനസ്സിലാകാൻ ആരതി അവളെ നോക്കി. ആര്? നിന്നെ ഇവിടെ കൊണ്ടാക്കിയ ആള്? ആരുടെ കാര്യമാ നീ പറയുന്നത്? ആരതി അമ്പരന്നു. നിനക്ക് ആളെ പിടികിട്ടിയില്ലേ? നിനക്ക് കൂട്ടു വന്ന ആള്? അയാൾക്ക് ഒരു കണ്ണേ ഉള്ളല്ലോ. ആരതിയുടെ നടുക്കത്തിന്റെ അർത്ഥം എന്താണെന്ന് ദീപിക ചിന്തിച്ചുകൊണ്ടിരിക്കെ പുറത്തെവിടെയോ ഒരു കൂമ്പൻ മൂളി. ആദ്യം തന്നെ മാധവക്കുട്ടി പറഞ്ഞ പോലെയുള്ള ഒരു ഇതാ പറഞ്ഞത്, എനിക്ക് കഥ ഒന്നും എഴുതാറില്ല. ഒരു
ഭാവന വളരെ എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് ലെവലിലേക്ക് നിങ്ങൾ എല്ലാ കഥകളിലും ഞാൻ ആ പാലക്കാട് പോയപ്പോൾ അതിന് ശേഷം അതിൻ്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു ഒരു നൊസ്റ്റാൾജിയ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കഥകളിലെ അത് ഒരു ശീലമാക്കി മാറ്റാനുള്ള ശ്രമമാണോ? അല്ല, അങ്ങനെ ശീലമായിട്ടില്ല. അന്നിങ്ങനെ ഈ കഥ എഴുതാനുള്ള ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ അതൊന്നും സ്ട്രൈക്ക് ചെയ്തിട്ടൊന്നും അല്ല. അന്നിങ്ങനെ ഒരു മാഗസീന് വേണ്ടി ഒരു കഥ വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ ചിന്തിച്ചു, അങ്ങനെ എങ്ങനെയോ തനിയെ ഉണ്ടായി വന്നൊരു കഥയാണ്. ഒറ്റക്കണ്ണൻ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? അത് എവിടെയെങ്കിലും നാട്ടിലെ ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അതൊരു ഭാവന തന്നെയാണ്. അതൊരു ഭാവന തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടുതലും ഇങ്ങനെ കഥ എഴുതുന്ന ഒരാളാണ്. പിന്നെ ഇതില് ഇപ്പൊ ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തിന് തന്നെ ഒരു ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ഫലമായിട്ട് മരിച്ചുപോയ ഒരു വ്യക്തിയാണ്. അപ്പോ അത് ഇപ്പോ നമ്മുടെ സമൂഹം പലപ്പോഴും പലതിന്റെ പേരിൽ മാറ്റി നിർത്താറുണ്ട്. അപ്പൊ ഈ കഥയിലും ഇത് നടക്കുന്നതും ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പോ അവിടെ അവരുടെ ഭാഗമായിട്ട് ഇപ്പോ ഇതില് തന്നെ ആളിന്റെ കഥ പറയുന്നുണ്ട്. ഇപ്പോ അമ്മ ഭ്രാന്ത് വന്ന് മരിച്ചതാണ്, മകനും അതേ ഭ്രാന്താണ്, അല്ലെങ്കിൽ അതൊരു കാരണം, അതുപോലെ അദ്ദേഹത്തിന്റെ രൂപം, ഇതെല്ലാം വെച്ചിട്ട് നാട്ടുകാർ മാറ്റി നിർത്തിയ ഒരാളാണ്. അപ്പോൾ ഇതില് നായികാ കഥാപാത്രത്തിന് കുട്ടിക്കാലത്ത് ആള് നായികാ കഥാപാത്രമായിട്ടുള്ള ഒരു ഇതും, അപ്പോ അതിന്റെ ഫലമായിട്ട് നായികയുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ കഥാപാത്രത്തിന് ഈ നാട്ടുകാരും കൂടി തല്ലിക്കൊല്ലുന്നത്. അപ്പോ വീണ്ടും ഈ കുട്ടിയെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്നിട്ട് സഹായിച്ചു. അവസാനം അതിലൊരു ഫാന്റസി അങ്ങനെ പറയുന്നത്, അത് ഞാൻ പലപ്പോഴും കഥ എഴുതുമ്പോ അവസാനം ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെക്കാൻ ശ്രമിക്കാറുണ്ട്. എന്റെ നേരത്തെ എഴുതിയ പല കഥകൾ കയ്യിലുണ്ട്. അപ്പൊ അതിലെല്ലാം അവസാനം വരുമ്പോ അത്രയും എന്തെങ്കിലും ഇങ്ങനൊരു കൊണ്ടുവരുന്ന രീതിയിൽ. അപ്പൊ ഇതിലിപ്പോ ഈ ആരതി എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നുണ്ട്, പണ്ടും എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റക്കണ്ണന് ഭയമില്ലാതിരുന്നെന്നുള്ള. അപ്പൊ ഈ ഒരു കഥാപാത്രം അവിടെ ആരെങ്കിലും ഈ ഒറ്റക്കണ്ണൻ എന്ന് പറയുന്ന ആളിനോട് ഒരു ദയ അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നായിക കഥാപാത്രം മാത്രമാണ്. അപ്പൊ അവര് തമ്മിൽ അധികം എന്തെങ്കിലും ഒരു കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും എന്തോ ഒരു അദൃശ്യ ബന്ധം അവര് തമ്മിലുണ്ട്. അതാണ് അവസാന സീനിൽ കാണുന്നത്. അവള് തനിച്ച് വീട്ടിലേക്ക് വരുമ്പോ അവൾ അറിയുന്നില്ല, കൂട്ടുകാരി ഇത് പറയുന്നു നിന്നെ കൊണ്ടുവിട്ട ആള്. അപ്പൊ അങ്ങനെയൊക്കെ മൊത്തം ഇതിന്റെ ഭാവനയാണ്. ഈ ഒറ്റക്കണ്ണൻ എന്ന് പറയുന്നത് ഒരു വൈകല്യമുള്ള ഒരാളെന്ന് സമൂഹത്തിൽ ഒരുപാട് ജനീകത്വങ്ങളുടെ ഭാഗമായിട്ടുള്ള അവഗണന അനുഭവപ്പെടുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇതിപ്പോ ചിലപ്പോ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും അതിന് മാറ്റം ഉണ്ടായി കാണാം. എന്നാൽ പണ്ടൊക്കെ ഇത് വളരെ ഭീകരമായിട്ട് നിലനിന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നവരെ മാറ്റി നിർത്താനുള്ള ഒരു പ്രവണത അത് ഇന്നായാലും പലരുടെയും ഉള്ളിലുണ്ട്. അത് പലരും തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത് കുറെ കൂടി ഇപ്പോ അത് തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു പൊങ്കാല കിട്ടുമോ എന്നുള്ള ഒരു രീതിക്ക് അതിനാണ് പലരും ഇതൊക്കെ മറച്ചു വെച്ച് ആണ് മനുഷ്യർ ശരിക്കും ജീവിക്കുന്നത്. അതിപ്പോ ഏത് വിഷയം എടുത്താലും, ഇപ്പൊ ജാതി മതമായാലും എന്തായാലും ഇതെല്ലാം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചീഫ് സെക്രട്ടറിക്ക് പോലും ഈ പ്രശ്നം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അവര് പറഞ്ഞു അവര് എന്താണ് എന്റെ നിറം കൊണ്ട് എന്നെ ഒരുപാട് പേര് അവഗണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അതാണ്. അപ്പൊ അതെല്ലാം ഇന്നത് കുറെ കൂടി പണ്ട് അതൊക്കെ വളരെ ഭീകരമായിട്ട് നിലനിന്നിരുന്നു, ആരും അറിയുന്നില്ല. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്നു, ഏതൊരു സംഭവമായാലും എല്ലാവർക്കും കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാലൊക്കെ അതിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് പലരും സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹം അത്രയ്ക്കങ്ങ് വലിയ ഇതിലേക്ക് എത്തിയോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാവരുടെയും ഉള്ളിൽ എല്ലാം ഉണ്ട് ഇപ്പോഴും. അങ്ങനെ എത്തിക്കാൻ എന്താ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഉണ്ടോ? അത് മനുഷ്യൻ തന്നെ മാറി ചിന്തിക്കണം. പലതും അതില് മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പോ നമ്മളിപ്പോ ജാതി മതത്തിന്റെ കാര്യം പറഞ്ഞാൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്ന് വെച്ചാൽ പണ്ട് ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു നിസാര കാര്യത്തിൽ പോലും മതം കൂട്ടിക്കലർത്തുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കാണുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മനുഷ്യര് തന്നെ മാറി ചിന്തിക്കണം. അത് ഇനി വരുന്ന കാലത്തെങ്കിലും അത് ഉണ്ടാകുന്നത്. ചില മനുഷ്യരുടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ചില മനുഷ്യരെ കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബയസ്ഡ് ആയിരിക്കും. ചില കുറവുകൾ ഉണ്ടെന്ന് നമ്മുടെ ചില തോന്നലുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ നിലപാടുകളും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും അവർ ചെയ്തു എന്ന് കരുതുന്ന കുറ്റങ്ങളിലും ഒക്കെ നമുക്ക് വ്യത്യാസങ്ങൾ തോന്നാൻ പറ്റും. ആ രീതിയിലൊക്കെയാണ് എനിക്ക് നയയുടെ കഥ പിന്നെ ഈ ഒറ്റക്കണ്ണ് എന്ന് പറയുന്ന ആള് ഇപ്പം സമൂഹം ആൾക്കൂട്ട മർദ്ദനത്തിനൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു നെഗറ്റീവിലാണ് സമൂഹം കാണുന്നത്. പക്ഷെ അയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട്. അപ്പൊ അത് നയന ഈ കഥയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. അതായത് എഴുത്തുകാർ ഇങ്ങനെ ആൾക്കാർ കാണാത്ത കാര്യം ചൂണ്ടിക്കാണിക്കാന്നുള്ള ഒരു കാഴ്ച ഉള്ള ആളായിരിക്കണം എന്നൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നന്മയുടെ വശം കാണിക്കാൻ അങ്ങനെയൊക്കെ കോൺഷ്യസ്ലി അങ്ങനെ ചിന്തിച്ചായിരുന്നു. അതാണ് ഈ ആരതി എന്ന കഥാപാത്രം തന്നെ. അതാണ് കാരണം അവളുടെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവമാണ്. ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറവും അവളത് ഓർത്തിരിക്കുന്നുണ്ട്. കാരണം അവള് മാത്രം ഇപ്പൊ എല്ലാവരും ഒറ്റക്കണ്ണന്റെ ഒരു നന്മ അല്ലെങ്കിൽ അത് കാണാൻ ആരും ശ്രമിച്ചിട്ടില്ല. എല്ലാവരും അയാളെ ആട്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരതി കുട്ടിയായിരിക്കുമ്പോൾ ഒറ്റക്കണ്ണൻ അവളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്, അവളുടെ തലയെ തലോടുന്നുണ്ട്. അയാളിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹപ്രകടനം അവള് കാണുന്നുണ്ട്, അവള് മനസ്സിലാക്കുന്നുണ്ട് അയാളെ. പക്ഷെ മറ്റുള്ളവർ അതിനുള്ള ഒരു അവസരം അയാൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം ആരതി അത് ഓർത്തിരിക്കുന്നു. കാരണം അവളുടെ മനസ്സിൽ അയാളോട് വെറുപ്പോ ഇതോ ഒന്നുമില്ല. കാരണം അവൾ അയാളുടെ ആ ഒരു സൈഡ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ ഇവിടെ അതാണ് ആരും തിരിച്ചറിയാത്ത പോയ ആ ഒരു കഥാപാത്രത്തിന് നന്മ കാണിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. സിമ്പിൾ ആർട്ട് ഈസ് ഗ്രേറ്റ് ആർട്ട് എന്ന് എംഡിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഭാഷ ലളിതമായിട്ട് ഇങ്ങനെ എഴുതുന്നത് അത് സ്വയമായിട്ട് അങ്ങനെ തീരുമാനിച്ച് എഴുതുന്നതാണോ? പിന്നെ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. അത് ഭയങ്കര വിഷ്വലി കുറച്ച് റിച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഒറ്റക്കണ്ണന്റെ പഴയ ആ ഒരു ഇവിടെ നമ്മുടെ കൂടെ നടന്നു വരുന്ന സമയത്ത് ഒറ്റക്കണ്ണനെ ഇവരെ തല്ലി ഇതാക്കുന്നതും ആ ഒരു ഇമേജസ് ഒക്കെ എങ്ങനെ വിഷ്വലി ഇതാക്കി കൂടുതൽ വിഷ്വലിന് ഇത് കൊടുത്തിട്ട് ഭാഷ ലളിതമാക്കണം എന്നുള്ളത് ശരിക്കും കോൺഷ്യസ് ആയ തീരുമാനമാണ്. അല്ല, സത്യം പറഞ്ഞ പോലെ സുഭാഷ് ചന്ദ്രനെ പോലെയൊക്കെ എഴുതണമെന്നാണ് ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ എനിക്ക് അങ്ങനെ എഴുതാനാണ് ഇപ്പോൾ ഉള്ള. ഇനി ഭാവി ചിലപ്പോ ഞാൻ ഇതിൽ ഇമ്പ്രൂവ് ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ബോധപൂർവ്വം എഴുതുന്നതല്ല. ഇത്രയൊക്കെ എഴുതാനേ പറ്റുന്നുള്ളൂ. അതാണ് സത്യാവസ്ഥ. പ്രാധാന്യം കൊടുത്ത് ഭാഷ ഏറ്റവും സാധാരണമായിട്ട് അതെ ശരി. അദ്ദേഹത്തിന്റെ കഥകളൊക്കെ ഭയങ്കര ലളിതമായിട്ടുള്ള ഭാഷയാണ്. അപ്പൊ എനിക്ക് എഴുതുമ്പോ കുറച്ചുകൂടെ ഭയങ്കര ആലങ്കാരികമായിട്ടൊക്കെ എഴുതണമെന്നാണ് ആഗ്രഹം. ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എഴുത്തിന്റെ ഒരു ഇതില് ഒരു പിച്ച വെച്ച് തുടങ്ങിയ ഒരാള് അങ്ങനെ കണ്ടാൽ മതി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറച്ചിലിന്റെ ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പൊ 3 കഥകളാണ് നമ്മളിപ്പോ ഇവിടെ കേട്ടത്. ഈ 3 കഥകളിലും നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന രീതികള് തികച്ചും മൗലികമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുകയാണ്. ഇപ്പോ നയന പറഞ്ഞതില് ഭാവന കൂടുതലുണ്ട്. ഋതുവും ദീപവും പറഞ്ഞതില് കുറച്ച് സമകാലിക സംഭവങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കഥാകഥനത്തില് ഒരു 10-40 വർഷം മുമ്പും MT എഴുതാൻ തുടർന്ന മഞ്ഞു മുതലുള്ള അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ വരുമ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തിന്റെ ഒരു അംശം ഒരു സ്ഥലത്ത് ഉണ്ടാവുകയും പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഭാവന കലർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ മലയാളത്തില് മിക്കവാറും അങ്ങനെയാണ് അവലംബിച്ചു വന്നിട്ടുള്ളത്. 84 ജോർജ് ഓർവെലിന്റെ 1984 വന്നിട്ടുള്ള സമയത്ത് അതില് ആ കഥകളൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങളുടെയൊക്കെ കോളേജ് കാലം വന്നിട്ടുള്ളത്. കാഫ്കയുടെയും കാമുവിന്റെയും പിന്നെ ഓരോ സെഗ്മെന്റിലും വായനയുടെ രീതിയിൽ നമ്മള് അന്നത്തെ ചെറുപ്പക്കാര് പകർത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു ശൈലികളാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ കാലഘട്ടത്തില് 80കളുടെ കാലഘട്ടത്തിലൊക്കെയുള്ള കഥകളിലൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ അവര് അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. 1 2 വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള
സെഗ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ലളിതം, വളരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ എനിക്കും ആ ഒരു ജീവിതം കിട്ടിയില്ലല്ലോ എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള രീതികളിലാണ് എഴുത്ത് കൊണ്ടുപോയിട്ടുള്ളതെന്ന് തോന്നുന്നു.